ഉഴുന്നുവടയും പരിപ്പുവടയും ഉള്ളിവടയൊക്കെ കഴിച്ചു മടുത്തെങ്കിൽ ഇതാ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ബ്രെഡ് വട ഉണ്ടാക്കി നോക്കിക്കോളൂ. വെളിയിൽ നല്ല ക്രിസ്പി ആയിട്ട് ആകെ നല്ല സോഫ്റ്റ് ആയിട്ട് എന്താ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്ത് നോക്കിയാൽ മതിയാകും. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലത്തെ ആ ബ്രൗൺ വരുന്ന ഭാഗം മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അളവ് 8 മുതൽ 10 ബ്രെഡ് വരെ എടുക്കാവുന്ന അളവാണ്. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ബ്രെഡ് മാറ്റുകയാണ്. ഇനി കൈവച്ചൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലൊന്നും പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈവച്ച് തന്നെ പറ്റാവുന്നത്ര ഒന്ന് പൊടിച്ച് മാറ്റാം. പിന്നീട് ബാക്കി കുഴയ്ക്കുന്ന സമയം കൊണ്ട് ബാക്കി കൂടെ നല്ലവണ്ണം ഒന്ന് പൊടിഞ്ഞു കിട്ടിക്കോളും. ഇതിലോട്ട് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് റവ ചേർക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ആവാം. ഞാനിത് വറുത്ത റവയാണ് ചേർക്കുന്നത്. അതേപോലെ അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ചേർക്കാം. കൈ വെച്ചൊന്ന് റഫായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുഴയ്ക്കാൻ ഉപയോഗിക്കുന്നത് തൈരാണ്. ഇപ്പോൾ ഒരു 1/2 കപ്പ് തൈര് ഒഴിക്കുകയാണ്. ഒട്ടും വെള്ളമയമില്ലാത്ത നല്ല കട്ട തൈരിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 1 കപ്പ് തൈര് ഇതിനകത്ത് ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിൽ 1/2 കപ്പ് ഒഴിക്കുകയാണ്. കവർ തൈരിൻ്റെയൊക്കെ പുളിയുണ്ടല്ലോ, ആ ഒരു പാകത്തിന് പുളിയുള്ള തൈര് എടുക്കുക. പുളിച്ചൊരുമാതിരി ഒരു കെട്ട മണമുള്ള തൈരൊന്നും ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളെടുക്കുന്ന തൈരിനകത്ത് വെള്ളമയം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിനകത്ത് കുറച്ച് വ്യത്യാസം ഉണ്ടാകാം. കുറേശ്ശെയായിട്ട് തൈര് ഒഴിച്ച് വേണം കുഴയ്ക്കാനായിട്ട്. 1 കപ്പ് മൊത്തത്തിൽ ഒഴിക്കരുത്. കുറച്ച് ഉപ്പൂടെ ചേർത്ത് ഈ കൂട്ടത്തിൽ തന്നെ മിക്സ് ചെയ്യുക. അതായത് പാകത്തിനുള്ള ഉപ്പ്. നന്നായിട്ടിത് കുഴച്ചെടുക്കണം. ആദ്യമേ റഫായിട്ടല്ലേ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നല്ലവണ്ണം കുഴഞ്ഞ് കിട്ടണം. കൈ കൊണ്ട് കുഴച്ചാൽ മാത്രമേ ശരിയാകത്തുള്ളൂ. നന്നായിട്ട് അമക്കി കുഴയ്ക്കുക. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കാതെ തൈര് മാത്രം ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. തൈര് ചേർത്ത് ഈ മാവിന് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുത്തതിലും കുറച്ചുകൂടി ലൂസായിട്ട് തന്നെ വേണം കിട്ടാനായിട്ട് മാവ്. ഇതാ കുറച്ച് ലൂസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക. ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർക്കുക. ഇനി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ചേർക്കുക. നമ്മളിത് ഷേപ്പ് പിടിച്ചെടുക്കുമ്പോൾ തള്ളി ഇങ്ങനെ വെളിയിലോട്ട് നിൽക്കും. അതുകൊണ്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്, അതും അതുപോലെ തന്നെ അരിഞ്ഞ് ചേർക്കുക. ഇനി ഒരല്പം സോഡാപ്പൊടിയാണ് ചേർക്കുന്നത്. സോഡാപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സോഡയുടെ ടേസ്റ്റ് ഒന്നും മുന്നേ നിൽക്കത്തില്ല. നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പുറം നല്ല മുരിഞ്ഞിരിക്കുകയും ചെയ്യും. സോഡാപ്പൊടി ചേർക്കണ്ട എന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇച്ചിരി ഹാർഡായിരിക്കുമെന്ന് മാത്രം. ടേസ്റ്റൊക്കെ അതുപോലെ തന്നെ കിട്ടും. എൻ്റെ അഭിപ്രായത്തിൽ സോഡാപ്പൊടി ചേർത്ത് ചെയ്യുന്നതാണ് നല്ലത്. വീണ്ടും ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ഒന്നുകൂടി ഇതിൽ ഒരു ഐറ്റം കൂടി ചേർക്കാറുണ്ട്. ഇനി ലാസ്റ്റിലായിട്ട് വേണം സവാള ചേർക്കാനായിട്ട്. പൊടിയായിട്ട് അരിഞ്ഞ ഒരു സവാള ചേർക്കുകയാണ്, മീഡിയം സൈസ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാവിനകത്ത് ഉപ്പുണ്ട്. സവാള ഉപ്പുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം വിടും. അതുകൊണ്ട് ലാസ്റ്റ് ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പം മാവ് നമ്മൾ നേരത്തെ സവാള വെച്ച് കുഴച്ച് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് ഓവറായിട്ട് ലൂസായി പോവും. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി കുഴച്ച് വെച്ചതിന് ശേഷം ലാസ്റ്റിൽ സവാള ഇട്ട് കുഴച്ചെടുക്കുക. സവാള ചേർക്കുമ്പോൾ ഒരല്പം ലൂസായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പരുവാണ്. സാധാരണ നമ്മൾ ഉഴുന്ന വട കുഴച്ചെടുക്കുന്ന ആ പരുവത്തിൽ തന്നെ കിട്ടണം. കുഴച്ചെടുക്കുന്ന മാവ് കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വട കട്ടിയായിരിക്കും. സാധാരണ ഉഴുന്നുവട പോലെ തന്നെ ഷേപ്പ് പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ മാവ് ലൂസായിരിക്കണം. എന്നാൽ ഒട്ടും കട്ടിയായിരിക്കാനും പാടില്ല. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ഓരോ വടയായിട്ട് പെറുക്കിയിടുക.
എല്ലാ വടയും ഇട്ടതിന് ശേഷം പെട്ടെന്നൊന്ന് ഇളക്കി എടുക്കരുത്. അതായത് ഒന്നിന് മേലെ ഒന്നറിയാതൊന്ന് ടച്ച് ചെയ്ത് പോയെങ്കിൽ പോലും അതങ്ങനെ ഒരു 30 സെക്കൻഡ് നേരത്തെ അങ്ങനെ വിടുക. അതിന് ശേഷം പതുക്കെ ഒന്ന് ലെവലാക്കി വിട്ടാൽ മതിയാകും. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ, വട ഭയങ്കര വലുപ്പത്തിലിടരുത്. ബ്രെഡും തൈരും ഒക്കെ ചേർന്നത് കാരണം പെട്ടെന്ന് ഇത് ബ്രൗൺ ആവും. അപ്പം നല്ല വലുപ്പത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ബ്രൗൺ ആകും, അകം വേഗത്തില്ല. അപ്പോൾ ചെറിയ ചെറിയ വടകളാക്കി ഇടുക. പുറം നല്ലതായിട്ട് മുരിയുകയും ചെയ്യും. ആ സമയം കൊണ്ട് അകം പാകത്തിന് വെന്തും വരും, പെട്ടെന്നാകുകയും ചെയ്യും. വട ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് കയ്യിൽ മാവ് ഒട്ടുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് കഴുകിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് നനച്ചിട്ടോ ഒന്ന് ഷേപ്പാക്കിയാൽ മതി. നമ്മൾ സാധാരണ ഉഴുന്ന് വട ചെയ്യുന്ന പോലെ തന്നെ. ഈ ഒരളവിൽ ഒരു 17 എണ്ണോളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചെറിയ സൈസാണേ. ഇതൊട്ടും എണ്ണ കുടിക്കത്തില്ല, എണ്ണയിലോട്ട് കലങ്ങത്തൊന്നുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. ഇത് നല്ലൊരു രുചിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ തൈരും പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ ചേരുമ്പോഴത്തേനും ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരളവിൽ അരിപ്പൊടി കൂടുതലായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിലും അകം അല്പം ഒന്ന് കട്ടിയാകും. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊന്ന് ഷെയർ കൂടെ ചെയ്യാൻ മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.